വീണ്ടും ഇതാ മറ്റൊരു കർക്കിടകം കൂടെ വന്നെത്തുന്നു. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോകുന്നത്. പോയ വർഷത്തെ രാമായണ പാരായണവും നാലമ്പല ദർശനവുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയിൽ ഓടിയെത്തുന്നു. ത്രേതായുഗത്തിൽ കർക്കിടകം രാശിയിൽ തിഥി നവമിയിലും നക്ഷത്രം പുണർദത്തിലും വരുന്ന ദിവസം മനുഷ്യ നന്മയ്ക്കായി ഭൂമിയിൽ അവതരിച്ചു ശ്രീരാമൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 3 സഹോദരരും ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഇവർ 4 പേരും ഒരുമിച്ച് അടുത്തടുത്തിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഈ കർക്കിടക മാസം ദർശനം നടത്തി മടങ്ങുന്നത് ഏറെ പുണ്യമെന്ന് കരുതുന്നു. നമുക്കും ഒരു നാലമ്പല ദർശനം നടത്തി വരാം. കേരളത്തിലെ നാലമ്പലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം തൃശ്ശൂരാണുള്ളത്. മലപ്പുറത്തുമുണ്ട് നാലമ്പലങ്ങൾ. എന്നാൽ നാം കോട്ടയംകാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ പാല രാമപുരത്തെ നാലമ്പല ക്ഷേത്രങ്ങളാണ്. രാമപുരത്ത് തന്നെയുള്ള ശ്രീരാമക്ഷേത്രവും 3 കിലോമീറ്റർ ദൂരത്തിൽ കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, പിന്നീട് അമനകര ഭരതസ്വാമി ക്ഷേത്രം, അവസാനമായി മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഇവ 4 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രനെ വണങ്ങി ശേഷം കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമിയെ കണ്ട് പിന്നീട് ഭരതസ്വാമിയെ ദർശിച്ച് വീണ്ടും ശത്രുഘ്നസ്വാമിയെ കണ്ട് തിരിച്ച് ശ്രീരാമ ക്ഷേത്രത്തിലെത്തി വീണ്ടും സ്വാമിയെ വണങ്ങുന്നതാണ് ദർശനക്രമം. ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം: വനവാസകാലത്ത് സീതാദേവിയെ നഷ്ടമായ ശ്രീരാമചന്ദ്രൻ സീതാവിരഹ ദുഃഖത്തിൽ നാടഞ്ഞു മലഞ്ഞു എന്നും അങ്ങനെ ഈ രാമപുരത്തെത്തിയപ്പോൾ ഈ സ്ഥലം ധ്യാനത്തിന് അനുയോജ്യമാണെന്ന് കണ്ട് അദ്ദേഹം ഇവിടെ ധ്യാനനിമഗ്നനാവാൻ ആഗ്രഹിച്ചപ്പോൾ എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവാൻ ആഗ്രഹിച്ച 3 സഹോദരരും തങ്ങളും കൂടെയുണ്ട് എന്നറിയിച്ചപ്പോൾ അവരുടെ ആഗ്രഹമനുസരിച്ച് തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും അങ്ങനെയാണ് ഈ 4 സഹോദരന്മാരും അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളായി കുടികൊള്ളുന്നത് എന്നുമാണ് വിശ്വസിക്കുന്നത്. കർക്കിടകം തൊട്ടുള്ള ഒരു മാസക്കാലം അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഈ 4 ക്ഷേത്രങ്ങളും. ആ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീകോവിലിനുള്ളിൽ തന്നെ ലക്ഷ്മി സാന്നിധ്യവും ഉള്ളതായി പറയപ്പെടുന്നു. ഉപദേവതമാരായി ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും ഒപ്പം തന്നെ ഭദ്രകാളി ദേവിയും ബ്രഹ്മരക്ഷസും യക്ഷിയമ്മയും എല്ലാം ഇവിടെ തന്നെയുണ്ട്. ആലിൻ ചുവട്ടിൽ തന്നെ ആഞ്ജനേയ ഭഗവാന്റെ സാന്നിധ്യവുമുണ്ട്. കിഴക്കോട്ട് ദർശനമായി ചതുർബാഹുവായാണ് ഇവിടെ ശ്രീരാമദേവൻ കുടികൊള്ളുന്നത്. 12 നാഴി പാൽപ്പായസവും കുടുംബാർച്ചനയും ഉൾപ്പെടെ എല്ലാവിധ വഴിപാടുകളും ഇവിടെ ഭഗവാനായി അർപ്പിക്കുന്നു. എല്ലാ വർഷവും മീനമാസത്തിലെ ചോതിനാളിൽ കുടിയേറി 8-ാം ദിവസം ആറാട്ടോടെ ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒപ്പം സ്മരിക്കേണ്ട മറ്റൊരു നാമമാണ് ശ്രീ രാമപുരത്ത് വാര്യർ. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായിരുന്നു. ശ്രീരാമസ്വാമിയെ ദർശിച്ചതിന് ശേഷം 3 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. ചതുർബാഹു സമർപ്പണമാണ് ഇവിടെ പ്രധാന വഴിപാട്. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ഒരു തളികയിലാക്കി ഭഗവാന് മുന്നിൽ നാം സമർപ്പിക്കുന്നു. ശ്രീരാമദേവൻ്റെ സന്തത സഹചാരിയായിരുന്ന ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിന്, ജ്യേഷ്ഠനോടുള്ള ഭക്തിക്ക്, ബഹുമാനത്തിന് ഒക്കെ ഉത്തമ ഉദാഹരണമാണല്ലോ. ഈ 4 ക്ഷേത്രങ്ങളും ഒരുമിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു മടങ്ങുമ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. മൂന്നാമതായി ദർശനം നടത്തേണ്ടത് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. സാധാരണ ദിവസങ്ങളിൽ 9:30-10 മണിയോടെ ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ രാവിലെ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്നതും വൈകുന്നേരം 4-ന് ശേഷവുമാണ് തുറക്കുന്നത്. കർക്കിടക മാസം ഉച്ചവരെ 12 മണി വരെ ദർശന സൗകര്യമുണ്ട്. വീണ്ടും വൈകുന്നേരം
ഇമനകരയാണ് പിന്നീട് അമനകരയായി മാറിയത്. മേടമാസത്തിൽ അനീഴം നാളിൽ കൊടിയേറി 6-ാം ദിവസം തിരുവോണത്തിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നു. അമനകരയിൽ ശംഖ് സമർപ്പണമാണ് പ്രധാന വഴിപാട്. ക്ഷേത്രകുളത്തിലെ മീനുകൾക്ക് ഭക്ഷണം നൽകുന്ന മീനൂട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. നാലാമതായി മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. മധ്യാഹ്നം വരെ ഇവിടെ ശത്രുഘ്നസ്വാമി ഭാവത്തിലും അതിനുശേഷം സന്താനഗോപാല ഭാവത്തിലുമാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ചക്രസമർപ്പണമാണ് ഇവിടെ പ്രധാന വഴിപാട്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് ശ്രീപോർക്കലി ഭഗവതിയുടെ മൂലസ്ഥാനവും. ക്ഷേത്രത്തിൻ്റെ 4 ചുവരുകളും രാമായണ കഥാസന്ദർഭങ്ങളും ശ്രീകൃഷ്ണചരിതവും ചിത്രരൂപത്തിൽ ഭംഗിയായി ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 4 ക്ഷേത്രങ്ങളിലെയും ദർശനം പൂർത്തീകരിച്ച് തിരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രസന്നിധിയിലേക്ക് മടങ്ങും. നമുക്കും മാനവരാശിക്കാകെയും ഒരു ജീവിതയാത്രയിൽ നേരിടേണ്ടി വരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആധിവ്യാധികളും പൂർണ്ണമായും തീർത്തുതന്ന് ഒരു നല്ല നാളേക്കായി ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ പ്രാർത്ഥനകൾ ഭഗവാന്റെ കാൽക്കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.